ഹരേ കൃഷ്ണ. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം വന്ദേഹം ശ്രീ ഗുരും ശ്രീയുത പദകമലം ശ്രീ ഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധൂഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേവോ നമോ നമഃ. ഹരേ കൃഷ്ണ. നമുക്കിന്ന് അധ്യായം 26 സ്കന്ധം 3 ഭൗതിക പ്രകൃതിയുടെ അടിസ്ഥാന തത്വങ്ങളെ പറ്റി മനസ്സിലാക്കാം. ശ്ലോകം 1 നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച അധ തേ സംപ്രവക്ഷ്യാമി തത്വാനാം ലക്ഷണം പൃഥക് യദ്വിദ്വാ വിമുച്യേത പുരുഷ പ്രാകൃതേർഗുണൈ. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കപിലൻ തുടർന്നു, എന്റെ പ്രിയപ്പെട്ട മാതാവേ, ഏതറിഞ്ഞാൽ ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തന രീതികളുടെ സ്വാധീനത്തിൽ നിന്ന് ഒരുവന് മോചനം നേടുവാൻ കഴിയുമോ, ആ ആത്യന്തിക സത്യത്തിന്റെ വ്യത്യസ്തങ്ങളായ തരംതിരിവുകൾ ഇനി ഞാൻ ഭവതിക്ക് വിവരിച്ചു തരാം. അപ്പോൾ നമ്മൾ കണ്ടുവന്നത് സാങ്ക്യ ഫിലോസഫി കപിലദേവ് സ്വന്തം അമ്മയായ ദേവഹുതിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സാങ്ക്യ തത്വശാസ്ത്രമാണ് മനസ്സിലാക്കിക്കൊണ്ടുവരുന്നത്. ആ സാങ്ക്യ തത്വശാസ്ത്രത്തിൽ സ്പിരിറ്റിനെ പറ്റിയും നമ്മുടെ ആത്മാവിനെ പറ്റിയും സോളിനെ പറ്റിയും പിന്നെ ദ്രവ്യത്തെ പറ്റിയും, അതായത് നമ്മുടെ ശരീരത്തെ പറ്റിയും ഭൗതികത്തെയും പറ്റിയും ആത്മീയതയെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്നതാണ് സാങ്ക്യ ഫിലോസഫി. സാങ്ക്യ തത്വശാസ്ത്ര പ്രകാരം യഥാർത്ഥ കപിലദേവ് അവതരിപ്പിക്കുന്നത് നമ്മുടെ ആത്മാവിനെ പറ്റിയും ശരീരത്തെ പറ്റിയും. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് കപിലമുനി എന്ന് പറഞ്ഞിട്ട് സോകോൾഡ് കപിലമുനിയുണ്ട്. ഈ കലിയുഗത്തിൽ ജനിച്ച് കലിയുഗത്തിൽ തന്നെ സാങ്ക്യതത്വശാസ്ത്രം പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കപിലമുനിയുണ്ട്. അദ്ദേഹം പറയുന്നത് ദ്രവ്യത്തെ പറ്റി മാത്രമാണ്, ആത്മാവിനെ പറ്റി അദ്ദേഹം ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് അംഗീകരിക്കേണ്ടതുമില്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ യഥാർത്ഥ കപിലമുനി ദേവഹുതി പുത്രനായ കപിലദേവാണ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ഇവിടെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ തന്നെ ഇൻകാർണേറ്റഡ് ആയിട്ട് വന്ന അവതാരമാണ് ശ്രീ കപിലദേവ്. അദ്ദേഹം അച്ഛനായ കർദമ മുനിക്ക് പോലും ഭഗവാൻ വാക്ക് കൊടുത്തതിന് പ്രകാരമാണ് ഇപ്പോൾ ദേവഹുതി പുത്രനായിട്ട് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവഹുതി പുത്രനായ കപിലദേവാണ് സാങ്ക്യ തത്വശാസ്ത്രത്തിന്റെ യഥാർത്ഥ ഉപജ്ഞാതാവ്. അദ്ദേഹം തന്നെയാണ് ഇത് പ്രചരിപ്പിക്കാനായിട്ട് ആദ്യമായിട്ട് അമ്മയ്ക്ക് ഉപദേശിക്കുന്നത്. അതിൽ ഇപ്പോൾ മാറ്ററിനെ പറ്റി പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. ശ്ലോകം 2 നോക്കാം. ജ്ഞാനം നിശ്രേയ സ്വാർത്ഥായ പുരുഷസ്യാത്മദർശനം യഥാഹൂർവർണ്ണനേ തത്തേ ഹൃദയഗ്രന്ഥി ഭേദനം. ആത്മസാക്ഷാത്കാരത്തിന്റെ ആത്യന്തിക സമ്പൂർണത ജ്ഞാനമാകുന്നു. ഭൗതിക ലോകത്തിന്റെ ആകർഷണങ്ങൾ ഛേദിച്ചു കളയുന്ന ആ ജ്ഞാനം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. അപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന്റെ പാത, അതായത് അൾട്ടിമേറ്റ് മോക്ഷം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൗതിക ലോകത്ത് നിന്ന് വിടുതൽ നേടി അതീന്ദ്രിയ ലോകത്തേക്ക് പ്രവേശിക്കാൻ ഉതകുന്നതാണ് യഥാർത്ഥ ആത്മജ്ഞാനം അല്ലെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനം. ആ അതീന്ദ്രിയ ജ്ഞാനമാണ് ഇപ്പോൾ കപിലദേവ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ അതീന്ദ്രിയ ജ്ഞാനമാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ യഥാർത്ഥ പാത. അതെന്താണെന്നുള്ളത് പറഞ്ഞു തരാം എന്നാണ് ഇപ്പൊ പറയുന്നത്. അതിന്റെ മുന്നോടിയായിട്ട് തീർച്ചയായിട്ടും ഈ ഭൗതിക അഭിലാഷങ്ങളിൽ നിന്ന് നമ്മൾ മുക്തി നേടിയിരിക്കണം. എങ്കിൽ മാത്രമേ ആത്മീയ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് മോക്ഷമാർഗം, ആത്മീയ അതീന്ദ്രിയ സാക്ഷാത്കാരത്തിന്റെ മോക്ഷമാർഗം തേടാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇവിടെ തീർത്ത് പറയുന്നത്. അതായത് മെറ്റീരിയൽ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു ജീവാത്മാവിന് ഒരു കാരണവശാലും ആത്മീയ ജ്ഞാനം മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് സാരം. ശ്ലോകം 3 നോക്കാം.
അനാദിരാത്മപുരുഷോ നിർഗുണ പ്രകൃതേ പരാ പ്രത്യഗ്ധാമ സ്വയം ജ്യോതിർ വിശ്വം ഏന സമന്വിതം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പരമാത്മാവും ആരംഭരഹിതനുമാകുന്നു. അദ്ദേഹം പ്രകൃതിയുടെ ഭൗതിക പ്രവർത്തന രീതികൾക്ക് സർവാതിശായനും ഭൗതിക ലോകത്തിന്റെ അസ്തിത്വത്തിന് അതീതനുമാകുന്നു. സ്വയം അതിപ്രകാശിതനാകയാൽ എല്ലായിടത്തും ദർശനീയനായ അദ്ദേഹത്തിന്റെ ആ സ്വയം പ്രകാശ പ്രഭയാലാണ് സമഗ്ര സൃഷ്ടിജാലങ്ങളും പരിപാലിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥ ജ്ഞാനം ഉപദേശിച്ച് തുടങ്ങുകയാണ്. അതായത് പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ സാക്ഷാൽ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നതാണ് ഈ ഭൗതിക ലോകമാകെ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രകാശം. ജ്ഞാനികൾ ഈ പ്രകാശത്തെയാണ് അൾട്ടിമേറ്റ് ദൈവമായിട്ട് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ബ്രഹ്മവാദികൾ എന്നറിയപ്പെടും. ഈ ബ്രഹ്മവാദികൾ പ്രകാശമാണ് സർവം ഈശ്വരൻ എന്ന് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രകാശമാണ് യഥാർത്ഥ ഈശ്വരൻ ദൈവം എന്നുള്ള ചിന്തയാണ് അവർക്കുള്ളത്. ആ ചിന്ത പകുതിയോളം ശരിയാണ്. പക്ഷെ ഈ പ്രകാശം വരുന്നത് യഥാർത്ഥ സ്രോതസ്സായ ഭഗവാന്റെ അതീന്ദ്ര ശരീരത്തു നിന്നാണ് എന്ന സത്യം ജ്ഞാനികൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ശരീരം സ്വയം പ്രകാശിതമായ അതീന്ദ്രമാണ് എന്ന് ഇവിടെ എടുത്തു പറയുന്നു കപിലദേവ്. മാത്രമല്ല ആ പ്രകാശത്തിലാണ് ഈ ഭൗതിക സൃഷ്ടി നിലനിൽക്കുന്നത് എന്നും പറയുന്നു. അതുകൊണ്ടാണ് വേദങ്ങളിൽ ഭഗവാൻ പറയുന്നത് ഐ ആം പെർവേഡിങ് എവരിവെയർ, ഐ ഹാവ് നോ ഫോം എന്ന്. അതായത് ഞാൻ സർവവ്യാപിയായ ഈശ്വര ചൈതന്യം, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യമാണ് ഞാൻ എന്ന ദൈവം എന്ന് അവിടെ വേദങ്ങളിൽ പറയുന്നു. എങ്കിലും ഞാൻ അരൂപനാണ് എന്ന് അവിടെ പറയുന്നത് അതിന്റെ കാരണം അരൂപൻ എന്നുദ്ദേശിച്ചത് ഭൗതികമായ രൂപമില്ല എന്ന് തന്നെയാണ്. എന്നാൽ ആത്മീയമായ രൂപമുണ്ട് എന്ന് തന്നെയാണ് ഭാഗവതത്തിൽ ഊന്നി ഊന്നി പറയുന്നത്. ആ അതീന്ദ്ര രൂപത്തെ പറ്റി നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. ഹരേ കൃഷ്ണ. ശ്ലോകം 4. സായേഷ പ്രകൃതിം സൂക്ഷ്മാം ദൈവീം ഗുണമയീം വിഭു യദൃശ്ചൈവോപഗതാം അഭ്യപദ്യത ലീലയാ. പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ അദ്ദേഹത്തിന്റെ ലീലകൾ പോലെ വിഷ്ണുവിനോട് ബന്ധപ്പെട്ടതും ത്രിഗുണങ്ങളുടെ പ്രവർത്തന രീതികളോടുകൂടി നിക്ഷിപ്തമായുമായ ഭൗതിക പ്രകൃതിയുടെ അതിസൂക്ഷ്മ ശക്തി സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ പറയുന്നു പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ നമുക്കറിയാം 3 പുരുഷാവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണോദകശായി വിഷ്ണുവായിട്ടും ഗർഭോദകശായി വിഷ്ണുവായിട്ടും ക്ഷീരോദകശായി വിഷ്ണുവായിട്ടും ഭഗവാൻ 3 പുരുഷാവതാരങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ആ 3 പുരുഷാവതാരങ്ങളിൽ ആദ്യത്തേതായ കാരണോദകശായി വിഷ്ണുവിന്റെ ശരീരത്ത് നിന്നാണ് അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടായത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ആ ബ്രഹ്മാണ്ടങ്ങളിൽ ഓരോന്നിലും ഗർഭോദകശായി വിഷ്ണുവായി പ്രവേശിച്ച് ആ ഗർഭോദകശായി വിഷ്ണുവിന്റെ നേവലിൽ നിന്ന് വന്ന താമരത്തണ്ടിൽ കണക്ട് ചെയ്ത 14 ലോകങ്ങളെ പറ്റി മനസ്സിലാക്കി. ആ താമരത്തണ്ടിൽ വിരിഞ്ഞ താമരപ്പൂവിനുള്ളിൽ ബ്രഹ്മാവ് ഭൂജാതനാവുകയും ആ ബ്രഹ്മാവ് ഇരിക്കുന്ന ലോകത്തിനെ സത്യലോകം അഥവാ ബ്രഹ്മലോകം എന്നറിയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇപ്രകാരം സൃഷ്ടികർമ്മം നടത്തുന്നു. പിന്നെ ഗർഭോദകശായി വിഷ്ണുവാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്താനായിട്ട് ഓരോ ഭൗതിക ലോകത്ത് 3 രൂപത്തിൽ അവതരിക്കുന്നതാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വർ എന്ന നാമധേയത്തിൽ നമ്മൾ അറിയപ്പെടുന്നത്. മാത്രമല്ല ഈ ബ്രഹ്മാണ്ടത്തിനെ കവർ ചെയ്തിരിക്കുന്നതാണ് ക്ഷീരോദകശായി വിഷ്ണുവിന്റെ വിരാട ഫോം. അതുകൊണ്ടാണ് ഈ ബ്രഹ്മാണ്ടം ഗോൾഡൻ എഗ് എന്നറിയപ്പെടുന്നത്. അതായത് സ്വർണ്ണ ഗോളമാണ് ആയിട്ടാണ് തിളങ്ങി കാണുന്നത്. എന്നാൽ ഈ തിളങ്ങി കാണുന്ന ബ്രഹ്മാണ്ടത്തിന്റെ അകം ആദ്യം ശൂന്യവും ഇരുട്ട് നിറഞ്ഞതുമായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഗർഭോദകശായി വിഷ്ണു പ്രവേശിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശരീര കാന്തിയാലാണ് അതിനകം പ്രകാശമയമായത്. ഗർഭോദകശായി വിഷ്ണുവും ക്ഷീരോദകശായി വിഷ്ണുവുമാണ് ഭൗതിക പ്രകൃതിയുടെ നിലനിൽപ്പിന് ആധാരം എന്ന് ചുരുക്കം. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് അതിസൂക്ഷ്മ ശക്തി സ്വീകരിച്ചെന്ന ഉദ്ദേശിച്ചത് വിരാട ഫോം സ്വീകരിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. ശ്ലോകം 5 നോക്കാം. ഗുണൈർ വിചിത്ര സൃജതീം സ്വരൂപ പ്രകൃതിം പ്രജ വിലോക്യ മുമുഹേ സദസ്യ ഇഹ ജ്ഞാന ഗുഹയാ. ഭൗതിക പ്രകൃതി അവളുടെ വിവിധങ്ങളായി വിഭജിക്കപ്പെട്ട ത്രിഗുണങ്ങളാൽ ജീവസത്തകളുടെ രൂപങ്ങൾ സൃഷ്ടിക്കുകയും അത് ദർശിക്കുന്ന ജീവസത്തകൾ മായാശക്തിയുടെ ജ്ഞാനം
മറയ്ക്കുന്ന ഘടകത്താൽ വ്യാമോഹിതരായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ ഭൗതിക പ്രകൃതി സൃഷ്ടിക്കപ്പെട്ടു, ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഓരോ ബ്രഹ്മാണ്ടത്തിനകത്തും 14 ലോകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. 14 ലോകത്തിലേക്കുള്ള ജീവാത്മാക്കളെ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തുന്നു. ഈ സൃഷ്ടികർമ്മം ബ്രഹ്മാവ് നടത്തുന്നത് കൊണ്ടാണ് സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവാണെന്ന് അബദ്ധധാരണ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ബ്രഹ്മാവ് നടത്തുന്നത് സെക്കൻഡറി ക്രിയേഷൻ ആണ്, വിസർഗ സൃഷ്ടിയാണ്. യഥാർത്ഥ സർഗ സൃഷ്ടി നടത്തുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. കാരണോദയശായി വിഷ്ണു തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാത്തിന്റെയും സൃഷ്ടികർത്താവ്. ഗർഭോദകശായി വിഷ്ണുവാണ് ഈ പ്രപഞ്ചത്തിന്റെ, ഭൗതിക പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരം. വിരാട് രൂപത്തിൽ വിരാജിച്ചിരിക്കുന്ന ക്ഷീരോദകശായി വിഷ്ണുവാണ് ഈ ഓരോ ബ്രഹ്മാണ്ടത്തിനെയും ആവരണം ചെയ്തിരിക്കുന്നത്. ആ വിരാട് രൂപത്തിൽ നിന്നാണ് ഭൗതിക പ്രകൃതിക്ക് ആവശ്യമായ എല്ലാ സാമഗ്രികളും സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ കണ്ടിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇവിടെ പറയുന്നത് എങ്ങനെയാണ് സൃഷ്ടികർമ്മം നടത്തിയത് എന്ന് ഇവിടെ പറയുന്നു. അങ്ങനെ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഭൗതിക ശരീരം നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ശരീരത്താൽ ആവരണം ചെയ്യപ്പെടുന്ന ഓരോ ബദ്ധജീവാത്മാക്കളും ഞാൻ ഈ ശരീരമാണ് എന്ന് വിശ്വസിച്ചു പോകുന്നു. അത് അബദ്ധ വിശ്വാസമാണ് എന്നാണ് ഇവിടെ തീർത്തും പറയുന്നത്. ആ അബദ്ധജ്ഞാനം അല്ലെങ്കിൽ മായാശക്തിയുടെ ജ്ഞാനം മറയ്ക്കുന്ന ഘടകമാണ് ഈ അബദ്ധധാരണ, ഞാൻ ഈ ശരീരമാണെന്നുള്ള ചിന്ത. അതാണ് നമ്മളെ എല്ലാ തരത്തിൽ നിന്നും ഭഗവാനിൽ നിന്നും അകറ്റി നിർത്തുന്നതും. കാരണം ഞാൻ ഈ ശരീരമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഒരു കാരണവശാലും ഞാൻ ഈ ശരീരമല്ല എന്നുള്ള ജ്ഞാനം ആർജിക്കാതെ പോകുന്നത്. ശ്ലോകം 6 നോക്കാം. ഏവം പരാഭിധ്യാനേന കർത്തൃത്വം പ്രകൃതേ പുമാൻ കർമ്മസു ക്രിയമാണേഷു ഗുണൈരാത്മനി മന്യതേ. അതീന്ദ്രിയ ജീവസത്ത വിസ്മൃതി നിമിത്തം ഭൗതിക ശക്തിയുടെ സ്വാധീനം തന്റെ പ്രവർത്തന മേഖലയായി സ്വീകരിക്കുകയും അപ്രകാരം പ്രവർത്തിക്കുക മൂലം തനിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ തെറ്റായി അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഭൗതിക ശരീരത്തിന്റെ ഉടമസ്ഥനായി ഇരിക്കുന്നിടത്തോളം കാലം ഈ ആത്മാവ് ഈ ശരീരത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് ഈ ശരീരത്താൽ ക്രിയേഷൻ ആകുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ കർമ്മത്തിന്റെയും ഉത്തരവാദി ഞാനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ബന്ധനസ്ഥനായി ഇരിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശ്ലോകം 7 നോക്കാം. തദസ്യ സംസൃതിർബന്ധ പാരതന്ത്ര്യം ച തത്കൃതം ഭവത്യ കർത്തുരീശസ്യ സാക്ഷിണോ നിർവൃതാത്മന. ഭൗതിക ശക്തിയാൽ ജീവസത്തയ്ക്ക് മേൽ ബദ്ധപ്പാടുകൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഭൗതിക അവബോധമാണ് ഒരുവന്റെ ബദ്ധ ജീവിതത്തിന് കാരണം. ആത്മസത്ത ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അത്തരം കർമ്മങ്ങൾക്കൊക്കെ അതീന്ദ്രിയനാണെങ്കിൽ പോലും അപ്രകാരം അവനും ബദ്ധ ജീവിതത്തിൽ ബാധിതനായി ഭവിക്കുന്നു. അപ്പോൾ ഇവിടെ കപിലദേവ് അമ്മയോട് പറയാണ്, അല്ലയോ അമ്മേ, ഞാനും നീയും എല്ലാവരും എടുത്തിരിക്കുന്ന ഈ ശരീരം ഭൗതികമാകയാൽ ഈ ഭൗതിക ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഉള്ളിലിരിക്കുന്ന ഭഗവാന്റെ അംശമായ അതീന്ദ്രിയമായ ആത്മാവ് ഒരു കാരണവശാലും മനസ്സിലാക്കുന്നില്ല ഞാൻ ഈ ശരീരമല്ല, യഥാർത്ഥ ആത്മാവായ ജീവസത്ത ഭഗവാന്റെ തന്നെ അംശമായ അതീന്ദ്രനാണ് എന്ന് മനസ്സിലാക്കാതെ ഈ ഭൗതികമായ ശരീരമാണ് ഞാൻ എന്ന അബദ്ധധാരണയിൽ പെട്ട് ത്രിഗുണങ്ങളുടെ ബൈൻഡിങ്ങിൽ അല്ലെങ്കിൽ ബന്ധപ്പെട്ട് ചുറ്റപ്പെട്ട് നമ്മൾ ഇവിടെ ഭൗതിക ലോകത്ത് ഇങ്ങനെ ജീവിച്ചും ജന്മമെടുത്തും മരിച്ചും ഉപേക്ഷിച്ചും ഇങ്ങനെ ജന്മചക്രത്തിൽ ജീവിതത്തിനും മരണത്തിനും ജനനത്തിനും ഇടയിൽ കിടന്ന് ഇങ്ങനെ ഈ ജീവാത്മാവ് കഷ്ടപ്പെടുകയാണ്, സ്ട്രഗിൾ ചെയ്യാണ്. ഇത് നമ്മൾ അറിയുന്നേ ഇല്ല. ഈ സ്ട്രഗിൾ പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് സാരം. ഇത്രയും വലിയ ഹൈ ഫിലോസഫിക്കൽ ആയിട്ടുള്ള തത്വശാസ്ത്രമാണ് ഇപ്പോൾ ദേവഹുതിയായ അമ്മയ്ക്ക് കപിലദേവ് ഉപദേശിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം 8 നോക്കാം. കാര്യകാരണകർത്തൃത്വേ കാരണം പ്രകൃതിം വിദു ഭോക്തൃത്വേ സുഖദുഃഖാനാം പുരുഷം പ്രകൃതേ പരം. ബദ്ധാത്മാവിന്റെ ഭൗതിക ശരീരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും കാരണം ഭൗതിക പ്രകൃതിയാകുന്നു. ജ്ഞാനികൾ ഇത് മനസ്സിലാക്കും. സ്വതവേ അതീന്ദ്രിയനായ ആത്മാവിന്റെ സുഖ ദുഃഖ അനുഭവങ്ങൾക്ക് കാരണം ആത്മാവ് തന്നെയാകുന്നു.
അപ്പോൾ ഇവിടെ പറയുന്നു ഈ ബദ്ധജീവാത്മാവ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ആത്മാവ് ഈ ഭൗതികമായ ശരീരം സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ശരീരമാണെന്നുള്ള അബദ്ധധാരണയിൽ ഭഗവാനുമായിട്ടുള്ള ബന്ധം മറന്നുകൊണ്ട് അതീന്ദ്രിയമായ സത്യാവസ്ഥയെ വിസ്മരിച്ചുകൊണ്ട് ഞാൻ ഈ ഭൗതിക ശരീരമാണ് എന്നുള്ള അബദ്ധധാരണയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഇവിടെ വരുന്ന സുഖ ദുഃഖങ്ങളെല്ലാം ഈ ആത്മാവും അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് ഇവിടെ പറയുന്നു. ശ്ലോകം 9 നോക്കാം. ദേവഹുതിർവാച പ്രകൃതേ പുരുഷസ്യാപി ലക്ഷണം പുരുഷോത്തമ ബ്രൂഹി കാരണയോരസ്യ സദസച്ച യഥാത്മകം. അങ്ങനെ ദേവഹുതി പറഞ്ഞു, ഓ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ, പരമോന്നതനായ വ്യക്തിയുടെ സവിശേഷതകളും ശക്തികളും സദയം വിശദീകരിച്ചു തന്നാലും. എന്തുകൊണ്ടെന്നാൽ ആവിഷ്കൃതവും അനാവിഷ്കൃതവുമായ സർവ്വതിന്റെയും കാരണം അവയാകുന്നു. അപ്പോൾ ദേവഹുതിക്ക് മനസ്സിലായി, ദേവഹുതി എന്ന് പറയുന്ന ഈ ശരീരം ഭൗതികമാണെന്നും അതിനകത്തിരിക്കുന്ന ദേവഹുതി എന്ന് പറയുന്ന ആത്മാവ് അതാണ് ശാശ്വതനാണെന്നും ഇപ്പോൾ പുത്രനിൽ നിന്നും ഭഗവാനിൽ നിന്നും മനസ്സിലാക്കിയ ദേവഹുതി പറയുന്നു, എങ്ങനെയാണ് ആ പരമോന്നതനായ വ്യക്തി അല്ലെങ്കിൽ ഈ ആത്മാവ് ഈ സ്വന്തം ശക്തിയെ തിരിച്ചറിയുന്നതും ആ ശക്തിയുടെ ഉറവിടം കണ്ടെത്തുന്നതും കാര്യകാരണ സഹിതം മനസ്സിലാക്കി തന്നാലും എപ്രകാരമാണ് ഞാൻ ഇനി ജീവിക്കേണ്ടത് എന്നത് ദയവായി പറഞ്ഞു തന്നാലും എന്നുള്ള സൂചനയാണ് ദേവഹുതി പുത്രന്റെ മുന്നിൽ വയ്ക്കുന്നത്. ശ്ലോകം 10 നോക്കാം. ശ്രീ ഭഗവാൻ ഉവാച യത്ത്രിഗുണം അവ്യക്തം നിത്യം സദാത്മകം പ്രധാനം പ്രകൃതിം പ്രാഹുർ വിശേഷം വിശേഷവാത്. പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ പറഞ്ഞു, ത്രിഗുണങ്ങളുടെ അനാവിഷ്കൃതമായ ശാശ്വത സംയോജനമാണ് ആവിഷ്കൃത തലത്തിന് നിദാനം. അതിനെ പ്രധാന എന്ന് വിളിക്കുന്നു. അസ്തിത്വത്തിന്റെ ആവിഷ്കൃത തലത്തിൽ അത് പ്രകൃതി എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു ത്രിവിധ ഗുണങ്ങൾ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതിന്റെ പ്രാരംഭ ഘട്ടത്തെയാണ് പ്രധാന എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഭൗതിക ലോകം ഒരു പ്രാവശ്യം സൃഷ്ടിക്കപ്പെട്ടു, കുറച്ചു നാൾ നിലനിൽക്കും, അതിനുശേഷം അനിലേറ്റഡ് ആവും. ഈ അനിലേഷൻ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രളയത്തിൽ മുങ്ങിപ്പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സംഹാരം നടക്കുന്ന സമയത്ത് എല്ലാ ഭൗതിക പ്രകൃതിയും കൂടെ അരച്ചു കലക്കി കുടിക്കുന്ന വിധത്തിൽ ഭഗവാന്റെ ഗർഭോദകശായി വിഷ്ണുവിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അതെല്ലാം കൂടെ കാരണോദകശായി വിഷ്ണുവിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ അടുത്ത സൃഷ്ടികർമ്മം നടക്കുമ്പോൾ കാരണോദകശായി വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. ആ ഓരോ ബ്രഹ്മാണ്ടത്തിനുള്ളിലും ഗർഭോദകശായി വിഷ്ണു ആവിർഭവിക്കുകയും അദ്ദേഹം തന്നെ ബാക്കി സൃഷ്ടികർമ്മങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നതായി നമ്മൾ മനസ്സിലാക്കി. ഇനി സംഹാരത്തെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു പ്രാവശ്യം സംഹാരം നടക്കുമ്പോൾ ഓരോ ബ്രഹ്മാണ്ടത്തിനുള്ളിലുള്ള എല്ലാ ഭൗതിക ഘടകങ്ങളും വിഘടിച്ച് അതിന്റെ ഒറിജിനൽ രൂപമായ പ്രധാന എന്ന ഒരു ഫോമിലേക്ക് മാറും എന്നാണ് ഇവിടെ പറയുന്നത്. ഈ പ്രധാന എന്ന് പറയുന്നത് എല്ലാ അതീന്ദ്രിയ ലോകത്തിന്റെ ഒട്ടാകെ കണക്കുകൂട്ടിയാൽ അതിന്റെ ഒരു മൂലയ്ക്ക് ഒരു കറുത്ത് ഇരുണ്ട ഒരു ചെറിയ ഒരു ക്ലൗഡ് പോലെയാണ് ഈ പ്രധാന കാണപ്പെടുക. ശരിക്കും പറഞ്ഞാൽ കറുപ്പല്ല, അത് വെളുത്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ വെളുത്തിരിക്കുന്ന പ്രധാനയിൽ കാരണോദകശായി വിഷ്ണു ഒരു കൃപാ കടാക്ഷം അയക്കുമ്പോൾ ആ പ്രധാന അജിറ്റേറ്റഡ് ആയിട്ട് മഹത്തത്വമായി മാറുകയും ആ മഹത്തത്വത്തിലാണ് ത്രിവിധ മോഡ്സ് ഓഫ് ഗുണങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽ നേച്ചർ ക്രിയേറ്റഡ് ആകുന്നതും. അതായത് ത്രിവിധ മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ എന്ന് പറയുമ്പോൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ആവിർഭവിക്കുന്നത് മഹത്തത്വത്തിലാണ്. എപ്പോഴാണോ കാരണോദകശായി വിഷ്ണു ഒരു കൃപാകടാക്ഷം പ്രധാനയിൽ നോക്കുമ്പോഴാണ് അല്ലെങ്കിൽ പ്രധാനയിൽ വീക്ഷിക്കുമ്പോഴാണ് ആ പ്രധാന മഹത്തത്വമായി മാറുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, വിവാഹിത പ്രായമായി നിൽക്കുന്ന വിവാഹപ്രായമായി എത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് പ്രധാന എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ പുരുഷനായ കാരണോദകശായി വിഷ്ണു ഒരു നോട്ടത്തിലൂടെ ഈ പ്രധാനയെ അജിറ്റേറ്റഡ് ആക്കി മഹത്തത്വം എന്നുള്ള അവസ്ഥയിൽ എത്തിക്കും. അതായത് വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭാവസ്ഥയിൽ എത്തുന്ന ഒരു പൊസിഷനാണ് മഹത്തത്വം. വിവാഹത്തിന് മുന്നേ ആ കുട്ടി കന്യകയായിരിക്കുന്ന സമയത്ത് അതിനെ പ്രധാന എന്നറിയപ്പെടും.
അത് വിവാഹശേഷം ഗർഭാവസ്ഥയിൽ ആകുന്ന അവസ്ഥയെ ആ പെൺകുട്ടിയെ മഹത്തത്വം എന്നറിയപ്പെടും. ആ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന മഹത്തത്വത്തിനകത്താണ് ശിശു വളരുന്നത് പോലെ 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ ഡെവലപ്പ് ആകുന്നത്. ആ ശിശുവിന്റെ ഓരോ കൈകാലുകൾ പ്രത്യക്ഷമാകുന്നത് പോലെ ഈ 3 ഗുണങ്ങൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം സെപ്പറേറ്റ് ആവുകയും ആ സെപ്പറേറ്റഡ് ആകുന്ന രജോ ഗുണത്തിൽ നിന്നും തമോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിൽ നിന്നും 24 എലമെന്റ്സ് ക്രിയേറ്റഡ് ആകുന്ന കാര്യമാണ് ഇപ്പോൾ സാങ്ക്യ ഫിലോസഫി ആയിട്ട് ദേവഹുതിക്ക് കപിലദേവ് പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത്. ഇതിന്റെ ആവിഷ്കാരത്തിന് അപ്പോ ഭൗതിക പ്രകൃതിയുടെ സൃഷ്ടിക്ക് ആവശ്യമായ ഘടകങ്ങളെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശ്ലോകം 11 നോക്കാം. പഞ്ചഭീർ ബ്രഹ്മ ചതുർഭീർദശ അഭിസ്തദാ ഏതചതുർവം വിംശതികം ഗണം പ്രധാനികം വിദു. 5 സ്ഥൂലേന്ദ്രിയങ്ങൾ, 5 സൂക്ഷ്മേന്ദ്രിയങ്ങൾ, 4 ആന്തരേന്ദ്രിയങ്ങൾ, ജ്ഞാനാർജനത്തിനുള്ള 5 ഇന്ദ്രിയങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള 5 ബാഹ്യേന്ദ്രിയങ്ങൾ എന്നീ ഘടകങ്ങളുടെ സഞ്ചയത്തിനെ പ്രധാന എന്നറിയപ്പെടുന്നു. ഇപ്പോൾ നമുക്കറിയാം, വിവാഹം പ്രായം എത്തി നിൽക്കുന്ന പൂർണ്ണ വളർച്ചയെത്തിയ ഒരു സ്ത്രീയിൽ ഉള്ളിൽ എല്ലാ ശരീര ഘടകങ്ങളും ഉള്ളതുപോലെ പ്രധാനയിലാണ് ഈ ഭൗതിക പ്രകൃതിക്ക് ആവശ്യമായ സൃഷ്ടിക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നത്. ആ വിവാഹപ്രായമെത്ത പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചെങ്കിൽ മാത്രമേ, ഒരു പുരുഷന്റെ സംയോജനം ഉണ്ടാകുമ്പോൾ മാത്രമേ ഗർഭാവസ്ഥയിലാകുന്നുള്ളൂ. അതുപോലെ കാരണോദയശായി വിഷ്ണു ഈ പ്രധാനയെ ഒരു നോട്ടത്തിലൂടെ അജിറ്റേറ്റഡ് ആക്കിയിട്ടാണ് മഹത്തത്വം ഡെവലപ്പ് ആകുന്നത്. മഹത്തത്വം എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ അവസ്ഥയായിട്ട് പരിഗണിക്കാം. ആ സ്ത്രീയുടെ വയറിനകത്ത് വളരുന്ന ശിശുവാണ് 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചറിന്റെ പല ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു ശിശു പൂർണ്ണ രൂപത്തിലാകുന്നത്. അതുപോലെ തന്നെയാണ് ഭൗതിക പ്രകൃതി. ഈ പറയുന്ന ബ്രഹ്മാണ്ടങ്ങൾ ഓരോന്നും സൃഷ്ടിക്ക് ആവശ്യമായ, ആ ബ്രഹ്മാണ്ടത്തിനുള്ളിലെ ജീവജാലങ്ങൾക്ക് സൃഷ്ടിക്ക് ആവശ്യമായ എല്ലാ ഘടക പദാർത്ഥങ്ങളും ആ ഗർഭാവസ്ഥയിലിരിക്കുന്ന സ്ത്രീയുടെ ഉള്ളിൽ വളരുന്നത് പോലെ പ്രധാനയ്ക്കുള്ളിലെ പ്രധാന അജിറ്റേറ്റഡ് ആയി മഹത്വത്വമായി മാറുന്ന ആ മഹത്വത്തിനുള്ളിൽ എല്ലാം ഡെവലപ്പ് ആകുന്നു എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ആ മഹത്വത്തിൽ നിന്ന് ഡെവലപ്പ് ആകുന്ന ഈ 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ വെച്ച് സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. 5 സ്ഥൂലേന്ദ്രിയങ്ങൾ സൃഷ്ടിക്കപ്പെടും, 5 സൂക്ഷ്മേന്ദ്രിയങ്ങളെ സൃഷ്ടിക്കപ്പെടും, 4 ആന്തരേന്ദ്രിയങ്ങളെ സൃഷ്ടിക്കപ്പെടും, ജ്ഞാനാർജനത്തിനുള്ള 5 ഇന്ദ്രിയങ്ങൾ സൃഷ്ടിക്കപ്പെടും, കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള 5 ബാഹ്യേന്ദ്രിയങ്ങൾ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ ഇപ്രകാരം നമ്മൾ 24 ഘടകങ്ങളെ ആണ് ഈ ഭൗതിക പ്രകൃതിക്ക് സൃഷ്ടിക്ക് ആവശ്യമായ ഘടകങ്ങളെ പറ്റി ഇവിടെ പ്രതിപാദിക്കുന്നത്. ഭഗവത്ഗീത പ്രകാരം ഇവിടെ വിവരിച്ചിട്ടുള്ള 24 ഘടകങ്ങളുടെ സഞ്ചയം യോനീർ മഹത് ബ്രഹ്മ എന്ന് വിളിക്കപ്പെടുന്നു. സർവ ജീവസത്തകളും ഈ യോനീർ മഹർ ബ്രഹ്മത്തിൽ ഗർഭസ്ഥരാവുകയും ബ്രഹ്മാവിൽ നിന്ന് ആരംഭിച്ച് താഴെ ഉറുമ്പ് വരെയുള്ള വിവിധ രൂപങ്ങളിൽ ജനിക്കുകയും ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതത്തിലും ഇതര വൈദിക സാഹിത്യങ്ങളിലും 24 ഘടകങ്ങളുടെയും സമഗ്ര സഞ്ചയമായ പ്രധാന യോനീർ മഹത് ബ്രഹ്മം എന്നും വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. സമസ്ത ജീവസത്തകളുടെയും ജന്മത്തിന്റെയും നിലനിൽപ്പിന്റെയും പ്രഭവം അതാകുന്നു. അപ്പോൾ ഒരു സ്ത്രീ ഗർഭവതിയാവുകയും പ്രസവിക്കുകയും ആ ശിശു പൂർണ്ണരൂപം പ്രാപിച്ച് ഒരു മനുഷ്യനായി മാറുന്നത് പോലെയാണ് പ്രധാന ഗർഭവതിയായ മഹത്വത്വമായി മാറുകയും ആ മഹത്വത്വത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ വെച്ചിട്ട് 24 ഘടകങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ആ 24 ഘടകങ്ങളെല്ലാം ചേർന്നിട്ട് ഈ ഭൗതിക പ്രകൃതി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ട് ഈ വലിയ ഒരു ഫിലോസഫിയാണ് സാങ്ക്യ ഫിലോസഫി ആയിട്ട് തത്വശാസ്ത്രം ഇപ്പോൾ ദേവഹുതിയായ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം 12 നോക്കാം. മഹാഭൂതാനി പഞ്ചൈവ ഭൂരാപോ അഗ്നിർ മരുന്നഭ തന്മാത്രാണി ച താവന്തി ഗന്ധാദീനി മതാനി മേ. ഇനി പറയുന്ന ഈ 24 ഘടകങ്ങളുടെ ഓരോന്നായിട്ട് എടുത്തെടുത്ത് പറയാണ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഭൂമി, ജലം, അഗ്നി, വായു, സൂക്ഷ്മ ആകാശം എന്നിങ്ങനെ 5 സ്ഥൂല ഘടകങ്ങൾ പറയുന്നു. പഞ്ചഭൂതങ്ങൾ എന്ന് അറിയപ്പെടും. 5 സൂക്ഷ്മ ഘടകങ്ങളുണ്ട്. ഈ പഞ്ചഭൂതങ്ങളോടൊപ്പം തന്നെ 5 സൂക്ഷ്മ ഘടകങ്ങളുണ്ട്. അതൊക്കെയാണ് ഗന്ധം, രുചി, നിറം, സ്പർശം, ശബ്ദം.
ഇപ്പോ 5 5 10 ഘടകങ്ങളെ പറ്റി ഇവിടെ വിസ്തരിച്ചു. ഇനി പറയുന്ന ബാക്കി 24 ഘടകങ്ങളെ പറ്റിയും 1 by 1 ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ശ്ലോകത്തിൽ ബാക്കി എന്താ പറയണേ നോക്കാം. ശ്ലോകം 13. ഇന്ദ്രിയാണി ദശ ശ്രോത്രം ത്വഗ്ദൃഘ ഗ്രസന നാസിക വാകരൗ പരണൗ മേഢ്രം പായൂർദശമ ഉച്യതേ. ജ്ഞാനാർജനത്തിനുള്ള ഇന്ദ്രിയങ്ങളും കർമ്മം ചെയ്യുന്നതിനുള്ള ഇന്ദ്രിയങ്ങളും ചേർത്ത് 10 ഉണ്ട്. ശ്രവണേന്ദ്രിയം, രസനേന്ദ്രിയം, സ്പർശനേന്ദ്രിയം, ദർശനേന്ദ്രിയം, ശ്വസനേന്ദ്രിയം, സംസാരിക്കുന്നതിനുള്ള അവയവം, പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള അവയവം, സഞ്ചരിക്കുന്നതിനും ഉൽപ്പാദിപ്പിക്കുന്നതിനും വിസർജിക്കുന്നതിനുമുള്ള അവയവങ്ങൾ. ഇങ്ങനെ 10. അതായത് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും. ആദ്യം പറഞ്ഞത് പഞ്ചഭൂതങ്ങളും പഞ്ചസൂക്ഷ്മ രൂപങ്ങളും. സൂക്ഷ്മ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ തന്മാത്രകൾ എന്നും പറയാറുണ്ട്. അപ്പൊ പഞ്ചഭൂതങ്ങൾ 5 ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. പിന്നെ സൂക്ഷ്മ ഘടകങ്ങളായ ഗന്ധം, രുചി, നിറം, സ്പർശം, ശബ്ദം. പിന്നെ വരുന്നത് ജ്ഞാനാർജനത്തിനുള്ള ഇന്ദ്രിയങ്ങൾ, അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ ശ്രവണേന്ദ്രിയം, രസനേന്ദ്രിയം, സ്പർശനേന്ദ്രിയം, ദർശനേന്ദ്രിയം, ശ്വസനേന്ദ്രിയം. ഇങ്ങനെ 5. പിന്നെ കർമ്മം ചെയ്യുന്ന കർമ്മേന്ദ്രിയങ്ങൾ. കർമ്മേന്ദ്രിയങ്ങൾ വാക്ക് സംസാരിക്കാൻ ഉപയോഗിക്കുന്ന വായ്, പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള കൈകൾ, സഞ്ചരിക്കുന്നതിന് നടക്കുന്നതിന് ആവശ്യമായ കാലുകൾ, പിന്നെ ഉൽപാദനത്തിനുള്ള ജനനേന്ദ്രിയങ്ങൾ, പിന്നെ വിസർജനത്തിനുള്ള വിസർജന അവയവവും. ഇത്രയും ചേർന്നിട്ടുള്ള 5 കർമ്മേന്ദ്രിയങ്ങളും. അപ്പോ 5 5 10 5 15 5 20 ഘടകങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി 14ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണേ നോക്കാം. മനോബുദ്ധിരഹങ്കാരം ചിത്തം മിത്യന്തരാത്മകം ചതുർത്ഥ ലക്ഷ്യതേ ഭേദോ വൃത്യാലക്ഷണ രൂപയാ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, മിഥ്യ, അവബോധം എന്നിവയാണ് 4 ആന്തരിക സൂക്ഷ്മ അവയവങ്ങൾ. അപ്പോൾ ഇനി 4 എക്സ്ട്രാ 4 വരുന്നത്. 1 മനസ്സ്, 2 ബുദ്ധി, പിന്നെ ഒരു അഹങ്കാരം, പിന്നെ ഒരു മിഥ്യ അവബോധം. മിഥ്യാഹങ്കാരവും അവബോധവും പ്രജ്ഞ. അപ്പൊ അതും കൂടെ ചേർത്തിട്ടാണ് 24 ഈ ഘടകങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഈ 24 ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഭൗതിക പ്രകൃതി ഉൾപ്പെടെ മനുഷ്യരാശി ഉൾപ്പെടെ ജീവജാലങ്ങൾ ഉൾപ്പെടെ ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തുന്നത്. അപ്പൊ ബ്രഹ്മാവിനെ സൃഷ്ടിക്കാൻ ആവശ്യമായ ഈ 24 ഘടകങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് പറയുന്നത്, നീ അസംബിൾ ചെയ്ത് ജീവജാലങ്ങളെ സൃഷ്ടിച്ചോളാൻ. അപ്പോൾ നമുക്കറിയാം ഓരോ പാർട്സുകളായിട്ട് അവിടുന്ന് ഇവിടുന്ന് എല്ലാം വാങ്ങിയിട്ടാണ് ഒരു കാറിന്റെ രൂപത്തിലാകുന്നത്. അതുപോലെ കാറിന് ടയറുണ്ട്, വീലുണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, ബോഡി ഉണ്ട്, സീറ്റ് ഉണ്ട്, സീറ്റ് കവർ ഉണ്ട്. അങ്ങനെ ഒരുപാട് അനേകം പാർട്സുകൾ ചേർന്നാലേ ഒരു കാറിന്റെ പൂർണ്ണ രൂപത്തിൽ എത്തും. അതുപോലെ ബ്രഹ്മാവ് അസംബിൾ ചെയ്യാണ്, പല പല പാർട്സുകൾ ചേർത്ത് പല പല ജീവാത്മാക്കളെ സൃഷ്ടിച്ചു വിടുന്നു. കാർ ഉണ്ടാക്കുന്നു, ബസ് ഉണ്ടാക്കുന്നു, സൈക്കിൾ ഉണ്ടാക്കുന്നു, സ്കൂട്ടർ ഉണ്ടാക്കുന്നു. ഇതെല്ലാം സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെ ഈ ബദ്ധജീവാത്മാക്കളെല്ലാം ഓരോരോ സ്പീഷ്യസിലായിട്ട് ബ്രഹ്മാവ് സൃഷ്ടിച്ച് കർമ്മങ്ങൾ ചെയ്തോളാൻ അനുവദിക്കുന്നു. അപ്പോൾ നമ്മളും മനുഷ്യ ശരീരം സ്വീകരിച്ചുകൊണ്ട് ഇതിനകത്ത് ഇരുന്നു കൊണ്ട് കർമ്മങ്ങൾക്ക് ഉത്തരവാദിയാകുന്നു എന്ന് സാരം. അപ്പോൾ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, അവബോധം, ഇത് 4 കൂടെ ചേർന്നിട്ടാണ് പ്രജ്ഞ, അവബോധം അല്ലെങ്കിൽ പ്രജ്ഞ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് 24 എലമെന്റ്സിൽ നമ്മളെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഹരേ കൃഷ്ണ, നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്താം. ബാക്കി ഭാഗം നമുക്ക് തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഹരിബോൽ, ഹരേ കൃഷ്ണ. ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഹരിബോൽ, ഹരേ കൃഷ്ണ.